ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സമ്മർദ്ദങ്ങളിൽ താങ്ങാകാം, ആത്മഹത്യയെ പ്രതിരോധിക്കാം. സെപ്റ്റംബർ 10 നാളെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. 2003 മുതലാണ് അന്താരാഷ്ട്ര സമൂഹം സെപ്റ്റംബർ 10 ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ആണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മാറുന്നു, സംഭാഷണം ആരംഭിക്കുക എന്നതാണ് ഇത്തവണ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതിന്റെയും ആത്മഹത്യകൾ തടയുന്നതിന് തുറന്ന സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യമാണ് ഈ പ്രമേയം നൽകുന്ന സന്ദേശം. ആത്മഹത്യ ഒരു പ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളിയായി സമൂഹത്തിൽ തുടരുകയാണ്. ആത്മഹത്യയിലൂടെ ആഗോളതലത്തിൽ ഓരോ വർഷവും 8 ലക്ഷത്തോളം മരണങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓരോ ആത്മഹത്യയും ദൂരവ്യാപകമായി സാമൂഹികവും വൈകാരികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അത് കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു, കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നു, ജീവിച്ചിരിക്കുന്നവരെ തീരാ ദുഃഖത്തിലാക്കുന്നു. ഈ സാഹചര്യത്തിലും ആത്മഹത്യാ മരണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2022 തൊട്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് രാജ്യത്തെ ആത്മഹത്യാ നിരക്കിൽ 4.2% വർധന ഉണ്ടായതായി കാണാം. 1 ലക്ഷത്തിന് 12.4% വരെയാണ് നിലവിലെ ആത്മഹത്യാ നിരക്ക്. കഴിഞ്ഞ 56 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. രാജ്യത്തെ ആത്മഹത്യാ മരണങ്ങളിൽ 67% 18നും 45നും ഇടയിൽ പ്രായമുള്ളവരിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ സിക്കിം മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ബീഹാറിലാണ് ഏറ്റവും കുറഞ്ഞ ആത്മഹത്യാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിസ്തൃതിയിലും ജനസാന്ദ്രതയിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കേരളത്തിലാണെന്ന കാര്യം ആശങ്കയുളവാക്കുന്നതാണ്. മനഃശാസ്ത്രപരമായ ഒട്ടേറെ കാരണങ്ങൾ ആത്മഹത്യയ്ക്ക് പ്രേരണയാകുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന 95% പേരിലും മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. ഇവരിൽ ഏറിയ പങ്കും ഏതെങ്കിലും തരത്തിലുള്ള വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനോരോഗ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഭവശേഷി എന്ന് പറയുന്നത് ഈ മാനവ വിഭവശേഷിയാണ്. ഇവർ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്ത് വിവിധ ജോലികൾ ചെയ്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ഇന്ത്യയുടെ യശസ് ഉയർത്തുമായിരുന്നു. പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. വിഷാദരോഗം, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ലഹരി വസ്തുക്കളുടെ അടിമത്വം, മദ്യാസക്തി, ചിത്തഭ്രമം, സംശയരോഗം തുടങ്ങി ഒട്ടേറെ മാനസിക അനാരോഗ്യ അവസ്ഥകൾ ആത്മഹത്യകളിലേക്ക് വഴിതെളിക്കാം. പൊടുന്നനെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ചിലപ്പോൾ ആത്മഹത്യക്ക് കാരണമായേക്കാം. പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാകുന്ന മാനസിക സമ്മർദ്ദം നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഉണ്ടായാൽ പോലും നാം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം. ഒരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എങ്കിൽ ഇനി പറയുന്ന 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും അയാൾ 2 ആഴ്ചക്കാലം പ്രദർശിപ്പിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ വിഷാദഭാവം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നിരാശയും പ്രതീക്ഷയില്ലായ്മയും,
ആത്മഹത്യാ പ്രവണത എന്നിവയാണ് ഈ 9 ലക്ഷണങ്ങൾ. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് കൃത്യമായ ചികിത്സയിലൂടെ അവരെ മോചിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും നടത്താവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അഥവാ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. ആദ്യം സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയെ നേരിട്ട് കണ്ട് എന്താണ് അയാളുടെ പ്രയാസമെന്ന് സ്നേഹപൂർവ്വം ആരായുക. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളെ തടസ്സപ്പെടുത്താതെ, ഉപദേശിക്കാതെ, മുൻവിധികളില്ലാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക. 3, അയാൾക്ക് എന്തെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ വസ്തുതകൾ നിരത്തി അതിനെ തിരുത്തുക. യഥാർത്ഥമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാൾ പ്രയാസം അനുഭവിക്കുന്നത് എങ്കിൽ അയാളോടൊപ്പം നാം ഉണ്ട് എന്ന ഒരു ആശ്വാസം പകരുക. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും പ്രയാസം മാറുന്നില്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് കൃത്യമായ ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 5ാമത്തെ ഘട്ടം, ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടു പോകാതെ കൃത്യമായ സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും അയൽവാസികളും എല്ലാം അയാളോടൊപ്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സാമൂഹ്യ ബന്ധത്തിന്റെ ഊഷ്മളത പലപ്പോഴും ആത്മഹത്യകൾ തടയാൻ പര്യാപ്തമാണ്. എന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നതും സാധാരണമാണ്. സമൂഹത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ തരം സമ്മർദ്ദങ്ങളെ നേരിടുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായ സമ്മർദ്ദങ്ങൾ ഏറെയാണ്. പ്രായം കൂടുന്തോറും സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ആത്മഹത്യാ പ്രവണത കൂടുന്നതായും കാണുന്നു. വിവാഹം വേർപെടുത്തിയവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ജീവിത പങ്കാളി മരണപ്പെട്ടവർ തുടങ്ങിയവരിൽ ആത്മഹത്യ അപകട സാധ്യത കൂടുതലാണ്. പരീക്ഷാ തോൽവി, പ്രേമനൈരാശ്യം, ജീവിത നൈരാശ്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ സാമൂഹ്യ കാരണങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമാണ്. ഇങ്ങനെ എന്തുതന്നെ സമ്മർദ്ദങ്ങളും നൈരാശ്യങ്ങളും ഉണ്ടായാലും അവയെ അതിജീവിച്ച് മുന്നേറാൻ ശ്രമിച്ചാൽ ജീവിതം അർത്ഥപൂർണമാക്കാനാവുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധനും കൗൺസിലറുമായ LR മധുജൻ പറഞ്ഞു. ഈ സമ്മർദ്ദമില്ലാത്തവർ നമുക്കിടയിൽ സത്യം പറഞ്ഞാൽ കുറവാണ്. ജീവിതയാത്രയിൽ ഈ സമ്മർദ്ദം എന്നത് സർവ്വസാധാരണമാണ്. സമ്മർദ്ദമില്ലാതെ ജീവിക്കാനാണ് ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ചിലരെങ്കിലും ശ്രമിക്കുന്നത്. വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, ആരുമായും സഹകരിക്കാതിരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നതെല്ലാം ഒളിച്ചോട്ടം തന്നെയാണ്. എന്തിന്? ലഹരികളിൽ അഭയം തേടുന്നതുവരെ ഒളിച്ചോട്ടത്തിന്റെ പട്ടികയിൽ വരുന്നു. പഠന സംബന്ധമായ സമ്മർദ്ദങ്ങൾ, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ, റിലേഷൻഷിപ്പുകളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ എന്നിവയാണ് പ്രധാനമായും കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദങ്ങൾ. ഇത്തരം സമ്മർദ്ദങ്ങളിൽ പെടുന്ന കുട്ടികൾ മിക്കവാറും നമുക്ക് കാണാനാകുന്നത് ഇത് സുഹൃത്തുക്കളിൽ നിന്ന് വരെ മറച്ചു വയ്ക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ കുറയുക, ക്ലാസ്സിലെ ഡ്രോപ്പ് ഔട്ടിന്റെ എണ്ണം കൂടുക എന്നിവയോടൊപ്പം പഠന സമ്മർദ്ദം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാനസിക ആരോഗ്യത്തെ തന്നെയാണ്. അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നത് സ്ട്രെസ് കുറയാൻ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അഭിരുചിയുടെ ആ പരീക്ഷകൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് എന്നുള്ളതാണ്. നിരവധി ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ വെന്റിലേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, സംഭവങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്ന് തുടങ്ങി സർവ്വതും വെന്റിലേറ്റ് ചെയ്യുക എന്നത് വളരെ വളരെ പ്രധാനമായ കാര്യമാണ്. വെന്റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അണക്കെട്ട് തുറന്നു വിടുന്നത് പോലെ വൈകാരികവും ബൗദ്ധികവുമായ എന്ത് കാര്യങ്ങളാണെങ്കിലും, മനസ്സിൽ മുറിവേൽക്കുന്ന കാര്യങ്ങളാവട്ടെ, എന്തും നേരത്തെ പറഞ്ഞ പോലെ സങ്കടങ്ങളോ സന്തോഷങ്ങളോ എന്തായാലും ഇങ്ങനെ ഒരാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വിടുക എന്നതാണ് ഏറ്റവും പ്രധാനം. കേൾക്കാൻ ഒരാൾ വീട്ടിലുണ്ടാവണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ഉണ്ടാകണം. തനിക്കൊന്നും കഴിയുന്നില്ല, തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ പോയാൽ ജീവിതം അവതാളത്തിലാകും എന്നൊക്കെ ആവർത്തിക്കുന്ന സുഹൃത്തിനെ അല്ലെങ്കിൽ വീട്ടിലെ അംഗത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിവെൻഷൻ അഥവാ തടയൽ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ തടയൽ എന്നത് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ആദ്യപടിയാണ് എന്ന് മറന്നുപോകരുത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാനാവും എന്നതിന് പരിശീലനം നൽകാൻ നമുക്ക് സാധിക്കണം.
അങ്ങേയറ്റം കംഫർട്ടായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതല്ല യഥാർത്ഥ രക്ഷിതാവ്. പകരം കുട്ടി ഓരോ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വശങ്ങൾ കണ്ടെത്തി മുന്നേറാനുള്ള പിന്തുണയാണ് രക്ഷിതാവ് നൽകേണ്ടത് എന്നുള്ളത്. മാനസിക ആരോഗ്യം വർദ്ധിക്കുക എന്നത് ആത്മഹത്യയെ പ്രതിരോധിക്കും എന്ന് മറന്നുപോകരുത്. പഠിക്കുക എന്ന് ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കുട്ടികളെ അങ്ങനെ പറഞ്ഞ് പ്രകോപിപ്പിക്കരുത് എന്നർത്ഥം. അതുപോലെ വർഷത്തിൽ 3 തവണയെങ്കിലും കുട്ടികൾക്ക് കൗൺസിലിംഗ് ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിനെ റിഫ്രഷ് ചെയ്യാനുള്ള നല്ല ഉപാധിയാണ് കൗൺസിലിംഗ്. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല, ഒട്ടേറെ പരിഹാരങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരിഹാരങ്ങളുണ്ട്, പ്രശ്നം ഒന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കി പഠനത്തെ ആസ്വദിക്കുകയാണ് വേണ്ടത്. പരീക്ഷകളെ അനുഭവിക്കാനും കുട്ടികൾക്ക് സാധിക്കണം. അപ്പോൾ ജീവിതം മനോഹരമായി തീരുകയും ചെയ്യും. മാനസിക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും ആത്മഹത്യ തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. വിഷാദ രോഗത്തിനുള്ള മരുന്നുകളും ചികിത്സാ രീതികളും ആത്മഹത്യാ പ്രവണത ഉള്ളവർക്കുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളാണ്. മാത്രമല്ല, മാനസിക രോഗത്തെക്കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. സാമൂഹിക അവബോധം വർദ്ധിക്കുന്നതിലൂടെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനാകുമെന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിദഗ്ധനായ ഡോക്ടർ മോഹൻ റോയ് അഭിപ്രായപ്പെട്ടു. ഒരു വ്യക്തി ആത്മഹത്യക്ക് തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. ഇത്തരം നിരവധിയായ പല തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം ചേഞ്ചിങ് ദ നെറേറ്റീവ് എന്നുള്ളതാണ്. അതായത് ആത്മഹത്യയെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട്, വ്യാപകമായി പോകുന്നുണ്ട്. അവയൊന്നും ശരിയല്ല എന്നും ആത്മഹത്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് നാം സമ്പാദിക്കുകയും അത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വർഷത്തെ അടിസ്ഥാനപരമായ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം. ഇതിൽ യഥാർത്ഥത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങളുണ്ട്. അവ വളരെ പ്രാധാന്യമുള്ളതാണ്. വിഷാദ രോഗത്തെക്കുറിച്ചും പലതരം മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള അവബോധം ജനങ്ങൾക്ക് കൂടുന്നതനുസരിച്ച് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലുമുള്ള ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവ്, സമൂഹം എത്രമാത്രം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത്, എന്തിനധികം ലോകത്ത് ആരോഗ്യ ബഡ്ജറ്റിൽ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് എത്ര ശതമാനം പണം മാറ്റിവെക്കുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആത്മഹത്യാ പ്രതിരോധത്തിന് ആക്കം കൂട്ടുന്നവയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആത്മഹത്യാ നിരക്കുകൾ ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം ദുരന്താനന്തര മാനസിക പ്രതികരണങ്ങളും ദുരന്താനന്തര മാനസിക പ്രശ്നങ്ങളും ഭാവിയിൽ ആത്മഹത്യാ നിരക്കുകൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാം ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനോടൊപ്പം ആത്മഹത്യക്കെതിരായുള്ള യുദ്ധത്തിൽ നാം ഒരുമിച്ച് മുന്നേറാമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതുമാണ്. ആത്മഹത്യ എന്നത് തടയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിപത്താണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരം പേറുന്ന മനസ്സുകൾക്ക് ആത്മഹത്യയല്ല അവസാന ആശ്രയം. തുറന്ന സംഭാഷണങ്ങൾ മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കും. മറ്റുള്ളവരുടെ അനുതാപപൂർണമായ പെരുമാറ്റവും സാമൂഹ്യ പിന്തുണയും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കും. ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയ സമീപനങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒറ്റപ്പെടാതിരിക്കാനും ഒറ്റപ്പെടുത്താതിരിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് ശക്തി പകരാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.